ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഒരു ഓട്ട എയ്റ്റിനിടെ കണ്ടാലോ. ഉച്ച മുതൽ രാത്രി വരെയുള്ളൊരു ഓട്ട എയ്റ്റിനിടെയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ പുലാവായിരുന്നു ഉണ്ടാക്കിയത്, പക്ഷേ അതത്ര ശരിയായില്ല. ഞാൻ കുക്കറിലായിരുന്നു ഉണ്ടാക്കിയത്. നമ്മുടെ കൈമ റൈസ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇച്ചിരി വെന്ത് പോയി, ഇച്ചിരി കുഴഞ്ഞു പോയി. പക്ഷെ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഒന്ന് കുഴഞ്ഞു പോയി. അപ്പോൾ അതായിരുന്നു. അതും ക്യുക്കുംബറും പിന്നെ അച്ചാറും ഒക്കെ ആയിരുന്നു. പിന്നെ വൈകിട്ട് ചായയും പിന്നെ പഴംപൊരി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ടായിരുന്നു. അതായിരുന്നു വൈകിട്ട് കുടിച്ചത്. പിന്നെ രാത്രി ഇത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. രാത്രി ഞാൻ വൈകിയാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയത്. കാരണം അത്രയും കൊതിയായി, ഒരു പ്രോഗ്രാം കണ്ടിട്ട് അത്രയും കൊതിയായി, ബിരിയാണി കഴിക്കാൻ കൊതിയായപ്പോഴത്തേക്ക് ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കൻ കറി വെച്ചിട്ട് പെട്ടെന്നൊരു ബിരിയാണി, ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കിയതാണ് കുക്കറിൽ. അപ്പോൾ അത് ഇത്ര കളറ്, അത് ഒരു കറിയുടെ ആ ഒരു കളറ് വന്നിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ കഴിക്കാനൊരു ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. അപ്പോൾ അതിലും ക്യുക്കുംബറും അച്ചാറും ഒക്കെ വെച്ചിട്ട് പിന്നെ ചിക്കൻ വറുത്തതും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ടായിരുന്നു കഴിച്ചത്. ഒരുപാട് വൈകിയായിരുന്നു. പ്രോഗ്രാം കണ്ടിട്ട് ഇൻസ്പയർഡായിട്ടാണ് ഞാനത് ഉണ്ടാക്കിയത്. എനിക്ക് ഉണ്ടാക്കി കഴിച്ചാലേ മതി എന്നുള്ളൊരു അത്രയും കൊതിയായിപ്പോയി. അങ്ങനെ ഉണ്ടാക്കിയ ബിരിയാണിയായിരുന്നു. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടേസ്റ്റാണോ അതോ ആഗ്രഹം കൊണ്ട് കഴിച്ചത് കൊണ്ടാണോ അത്രയും ടേസ്റ്റ് എന്ന് എനിക്കറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.